അപ്പോൾ നമ്മൾ വലിയ ഭക്തന്മാരാ, അയ്യപ്പസ്വാമിയുടെ സ്വന്തം ആൾക്കാരാ, ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരാണ് എന്ന് അഭിമാനിച്ച് നടക്കുന്ന നമ്മുടെ സകല തൂവലുകളും കൊഴിഞ്ഞു വീഴും. ഇതുവരെ കുറേ തൂവലുകൾ കുത്തിക്കൊണ്ട് നമ്മൾ നടക്കണേ. ഭാഗവതാചാര്യനാണ്, ഭാഗവത ശിരോമണിയാണ്, ഗുരുവായൂരപ്പൻ്റെ സ്വന്തം ആളാണ്. ആ തൂവലുകളൊക്കെ കൊഴിഞ്ഞു വീഴും എപ്പോൾ? ഈ ശ്ലോകം വായിച്ചാൽ. യാ ദോഹനെ, പശുവിനെ കറക്കുമ്പോൾ, അവഹനനെ, നെല്ല് കുത്തുമ്പോൾ, മാല കെട്ടുമ്പോൾ, നിലം മെഴുകുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, ആഹാരം പാകം ചെയ്യുമ്പോൾ, പശുവിനെ കുളിക്കുമ്പോൾ, കുട്ടികളെ ഉറക്കുമ്പോൾ, ഏത് നേരത്തും രാമകൃഷ്ണ ദാമോദര എന്നിപ്രകാരം. അക്രൂരൻ വന്നിട്ട് രാമകൃഷ്ണന്മാരെ തേരിൽ കയറ്റിക്കൊണ്ട് പോണ സമയത്ത് അവർ പൊട്ടി പൊട്ടി കരഞ്ഞു. വിസൃജലജാമൃദുസ്വസുസ്വരം ഗോവിന്ദ ദാമോദര മാധവേദി. അക്രൂരനെ ചീത്ത വിളിക്കായിരുന്നില്ലേ? അങ്ങനെയല്ലല്ലോ. ദുഃഖം വന്നപ്പോഴവർ പറഞ്ഞത് ഗോവിന്ദ ദാമോദര മാധവാന. ഇതാണ് മയി അനന്യേന ഭാവേന ഭക്തിം കുറുവന്തി യേ ദൃഢം. ദൃഢമായിട്ട് മറ്റൊന്നും ചിന്തിക്കാതെ എന്നെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ. തിരിക്ഷവ കാരുണിക. വന്ദിച്ചാലും നിന്ദിച്ചാലും ഒരുപോലെ ഇരിക്കുന്നവർ. സുഹൃദ സർവദേഹിനാം. സകല ചരാചരങ്ങളോടും സുഹൃദ്ഭാവമുള്ളവർ. എല്ലാവരും മിത്രങ്ങൾ. എല്ലാത്തിലും ഈശ്വരനാണെങ്കിൽ എല്ലാവരും മിത്രങ്ങളാവണ്ടേ? അജാതശത്രവ. അവർക്ക് ശത്രുക്കളില്ല, ആരോട് ശത്രുഭാവമില്ല. ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ സജ്ജനങ്ങളെന്ന് പറയുക അമ്മേ. അങ്ങനെയുള്ള സജ്ജനങ്ങളുമായിട്ട് ബന്ധം വന്നാൽ സതം പ്രസംഗാൽ മമ വീര സംവിദോ ഭവന്തി ഹൃൽകർണരസായനാ കഥ. സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം വന്നാൽ ആ സജ്ജനങ്ങൾ നിരന്തരമായിട്ട് എൻ്റെ കഥകൾ പറയും. ആ കഥകൾ കേട്ടുകൊണ്ടിരുന്നാൽ മതി. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ, വേറെ ഒന്നും ചെയ്യണ്ട. സതാം പ്രസംഗാൽ. സതാം പ്രസംഗാൽ, സജ്ജനങ്ങളുമായുള്ള പ്രസംഗം. എന്താ പ്രസംഗം? ഈ മൈക്കിൻ്റെ മുമ്പിൽ നടത്തുന്ന അധരവ്യായാമത്തിനല്ല, പ്രകർഷേണ സംഘം. നല്ലതായിട്ടുള്ള ചേർച്ച. സജ്ജനങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി, ഒന്നും നിങ്ങൾ ചെയ്യണ്ട, കേട്ടോണ്ടിരുന്നാൽ മതി. അപ്പോൾ ലോകത്തിനെ പരിശുദ്ധമാക്കുന്നതായ എൻ്റെ ലീലകളെ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. ഹൃൽ കർണരസായന കഥ. മനസ്സിനും ചെവികൾക്കും രസായനമായത്. രസായനം എന്ന് പറഞ്ഞാൽ പുഷ്ടിപ്പെടുത്തുന്നതെന്നർത്ഥം. ശക്തിസ്രോതസ്സായത്, ഹെൽത്ത് ടോണിക്. ഭഗവാന്റെ കഥകൾ കേൾക്കുന്തോറും നമ്മുടെ മനസ്സിന് വല്ലാതെ ആനന്ദമുണ്ടാവും, പുഷ്ടിപ്പെടും. തജ്ജോഷണാത്. അത് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ആശു, പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട്. അപവർഗവൽമനി, മോക്ഷത്തിലേക്ക് ശ്രദ്ധ. അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി, അത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. പണ്ട് ഭാഗവത സപ്താഹ വേദിയിലേക്ക് ഒരു വിദ്വാൻ ചെന്നെത്തിയതുപോലെ ഭാഗവത സപ്താഹയെന്ന് ബോർഡ് കണ്ടു, കുറേ ആൾക്കാർ പോണതും കണ്ടു. ഈ വിദ്വാൻ അവിടെ ചെന്നു. ആദ്യമായിട്ടാണ് ഈ സംഭവത്തിൻ്റെ അടുത്തേക്ക് പോണേ. അവിടെ ചെന്നിരുന്നു. തൊട്ടടുത്ത ആളോട് ചോദിച്ചു, എന്താ ഈ സംഭവം? ഇതാണ് ഭാഗവത സപ്താഹയജ്ഞം. എടുത്ത വഴിക്ക് ചോദിച്ചു, ഉച്ചയ്ക്ക് ശാപ്പാടുണ്ടോന്നാ. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, ഉച്ചയ്ക്ക് മാത്രമല്ല 3 നേരം ശാപ്പാടുണ്ട്. എന്നാൽ കേട്ടേക്കാം. അയാൾ കുറച്ചു നേരം അവിടെ ഇരുന്നു. അപ്പോഴാണ് ഭഗവാന്റെ കഥകൾ അവിടെ ഇരിക്കുന്ന ആചാര്യൻ പറഞ്ഞു കേൾപ്പിക്കണു. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത്, ഇതേവരെ കേട്ട കഥകൾ പോലെയല്ല, ഇതുവരെ വായിച്ച ഒരു നോവൽ പോലെയല്ല, ഇതേവരെ കണ്ട ഒരു സിനിമ പോലെയല്ല, ഇതേവരെ അനുഭവിച്ച കണ്ടതായ കാര്യങ്ങൾ പോലെയല്ല. എന്തോ ഒരു പ്രത്യേകത.